ഞാനിവിടെ തന്നിരിക്കുന്ന ഡയഗ്രം നോക്കിക്കേ. ഇതിൽ കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആ പദങ്ങൾ, ആ ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ത് തരം ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ? കോൺവെക്സ് ലെൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ O എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഒപ്റ്റിക് സെന്റർ ആണ് അല്ലെ? ഒപ്റ്റിക് സെന്റർ അഥവാ പ്രകാശിക കേന്ദ്രം. F കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസ്. ക്യാപിറ്റൽ എഫ് ആണ്. ക്യാപിറ്റൽ എഫ് ആണ് എന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ്. നിങ്ങള് ബൈ മിസ്റ്റേക്ക് സ്മോൾ എഫ് എന്നൊന്നും എഴുതിയേക്കരുത്. സ്മോൾ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ്. സ്മോൾ എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരമാണ്. ഇവിടെ പ്രിൻസിപ്പൽ ഫോക്കസിനെ ക്യാപിറ്റൽ എഫ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. 2F എന്ന് പറഞ്ഞാൽ എന്താണ്? 2F എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ടേം തന്നെയാണ്. സി സെന്റർ ഓഫ് കർവേച്ചർ അഥവാ വക്രത കേന്ദ്രം. എന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ അഥവാ വക്രത കേന്ദ്രം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഒപ്റ്റിക് സെന്റർ ഓയിലൂടെ കടന്നു പോകുന്ന ഈ ലൈൻ, ഈ രേഖയെ എന്തെന്ന് പറയും? പറഞ്ഞേ, എന്തെന്ന് പറയും? ഈ ലൈനാണ് എന്ത്? ഒപ്റ്റിക് ആക്സിസ്. എന്താണ്? ഒപ്റ്റിക് ആക്സിസ് അഥവാ പ്രകാശിക അക്ഷം. എന്താണ്? ഒപ്റ്റിക് ആക്സിസ് അഥവാ പ്രകാശിക അക്ഷം. ഇത്രയും ടേം നിങ്ങൾ നല്ല കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഞാൻ എന്റെ വീഡിയോയില്, ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രകാശരശ്മി സമാന്തരമായിട്ട് പാരലായിട്ട് കടന്നു വരണമെങ്കിൽ അതിന്റെ വസ്തു അഥവാ ഒബ്ജക്റ്റ് എവിടെയായിരിക്കണം? ഇൻഫിനിറ്റിയിലായിരിക്കണം അല്ലെ? അനന്തതയിലായിരിക്കണം അല്ലെ? ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിരിക്കുക.